പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്ന് അപ്രതീക്ഷിതമായി പിൻവാങ്ങുമ്പോൾ അത് കേവലം ഒരു വാർത്തയുടെ ലാഘവത്തോടെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. 1960കളിൽ നിലവിൽ വന്ന അന്നു മുതൽ ലോകത്തിൻ്റെ എണ്ണ കുത്തകയായിരുന്നു ഒപെക്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ചുവട് പിടിച്ച് രാജ്യങ്ങൾ വളർന്ന കാലം മുതൽ വികസനത്തിൻ്റെ സ്രോതസ്സായ ഊർജമെന്ന ആവശ്യത്തെ അധികാരത്തിൻ്റെ ആയുധമായി ഉപയോഗിച്ച് ലോകത്തെ ഭരിച്ച സംഘടനയാണ് ഒപെക്. പതിറ്റാണ്ടുകളായി ഉൽപ്പാദനം കൂട്ടിയും കുറച്ചും അംഗരാജ്യങ്ങൾക്ക് കോട്ടകൾ നിശ്ചയിച്ചും ക്രൂഡ് ഓയിൽ വിലയെ നിയന്ത്രിച്ചു ഒപെക്. എണ്ണ ആശ്രിത രാജ്യങ്ങളെ അരനൂറ്റാണ്ടായി പിഴിഞ്ഞെടുത്ത ഒരു സംഘം. 1970കളിലെ ആഗോള ഊർജ്ജ നയങ്ങളിൽ മാറ്റം വരുത്തിയ എണ്ണ പ്രതിസന്ധികളിൽ ഒപെക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓയിലിന് ഡിമാൻഡ് കൂടുമ്പോൾ ഉൽപ്പാദനം കുറയ്ക്കുകയും അതുവഴി വില കൂട്ടുകയും ചെയ്ത് എണ്ണയെ ആശ്രയിച്ച രാജ്യങ്ങളെയാകെ വറുതിയിൽ നിർത്തിയ ഒപെക്. അതേ ഒപെക്കിൽ നിന്ന് UAE പുറത്തു വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ ലോകത്തെ എണ്ണയുടെ കുത്തകാധിപത്യം 60 വർഷത്തിനിടയിൽ ഇതാദ്യമായി തകർന്നിരിക്കുന്നു എന്നർത്ഥം. ഒപെക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്ന ഈ സമയത്ത് UAEയുടെ നീക്കം വലിയ തിരിച്ചടിയാണ്. ഒപെക് നിയന്ത്രണങ്ങളില്ലാതെ എമിറാത്തി എണ്ണ മുമ്പെങ്ങുമില്ലാത്ത വിധം വിപണിയിലേക്ക് ഒഴുകും. ഇറാൻ സംഘർഷാനന്തരം ലോകത്തിൻ്റെ എണ്ണ വിപണിയെ UAEയുടെ ഈ നീക്കം പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം. ചുരുക്കത്തിൽ ഒപെക് എന്ന ഇരുമ്പുമറ തകരുമ്പോൾ വിപണിയിൽ പുതിയ രാജാക്കന്മാർ ജനിക്കുകയാണ്. വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ UAEയും ആവശ്യങ്ങൾ കൊണ്ട് വിപുലമായ ഇന്ത്യയും ചേർന്നുള്ള പുതിയ ഊർജ അച്ചുതണ്ട്. ഇത് ലോകക്രമത്തെ മാറ്റിമറിക്കും. ഇനി വില നിശ്ചയിക്കുന്നത് വിയന്നയിലെ ആ അടച്ചിട്ട മുറികളിലല്ല, മറിച്ച് ഡൽഹിയിലെയും അബുദാബിയിലെയും തുറന്ന മാർക്കറ്റുകളായിരിക്കും. അതുകൊണ്ടാണ് ഒപെക് വിടുന്നുവെന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ യൂറോപ്പിലേക്ക് നിശ്ചയിച്ച യാത്രക്കിടെ അടിയന്തരമായി ഒരു 3 മണിക്കൂർ ഹൈ ലെവൽ സ്റ്റോപ്പ് ഓവർ വിസിറ്റിന് പ്രധാനമന്ത്രി മോദി UAEയുടെ റൺവേയിൽ ഇറങ്ങാൻ പോകുന്നത്. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഒപെക്കിന്റെ നിയന്ത്രണം ഭേദിച്ച് UAE പുറത്തേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യക്കായി തുറക്കുന്നത് പുതിയ എനർജി യുഗമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ തീരുമാനം ലോക എണ്ണ വിപണിയുടെ ഗണിതം മാറ്റും. അത് ഇന്ത്യയുടെ ഭാവി തന്നെ തിരുത്തിയെഴുതും. എന്തുകൊണ്ടാണ് ഇന്ത്യയുടേതെന്ന് പറയുന്നതെന്നറിയാമോ? മറ്റേത് രാജ്യത്തെക്കാളും ഏത് അറബ് രാജ്യത്തെക്കാളും UAEയെ ഇന്ന് ഇന്ത്യ അത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചുവോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ കാണുന്നത് ഏപ്രിൽ 12-ന്. 14 ദിവസത്തിന് ശേഷം അബുദാബിയിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ മറ്റൊരാൾ കാണുന്നു, സാക്ഷാൽ അജിത് ഡോവൽ. അതായത് ഏപ്രിൽ 26-ന്. കൃത്യം 2 ദിവസത്തിന് ശേഷം ഏപ്രിൽ 28-ന് UAE ഒപെക്കിൽ നിന്ന് പിൻവാങ്ങാനുള്ള അവരുടെ ചരിത്രപരമായ തീരുമാനം പ്രഖ്യാപിക്കുന്നു. എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? കഴിഞ്ഞ 10-12 വർഷത്തിനിടെ അസാധാരണമായ മാറ്റങ്ങളാണ് ഇന്ത്യ UAE ബന്ധത്തിലുണ്ടായതെന്ന് ഓർക്കണം. കേവലം എണ്ണ ഇറക്കുമതിയും ഇന്ത്യൻ ഡയസ്പോറയുടെ സാന്നിധ്യവും കൊണ്ട് മാത്രം നിലനിന്നിരുന്ന ഒരു ബന്ധം ഒരു ദശാബ്ദത്തിനിടെ 360 ഡിഗ്രിയിൽ മാറിമറിഞ്ഞു. UAEക്ക് ഇന്ത്യ അനിവാര്യമായി മാറുന്ന, പരസ്പരം തിരിച്ചറിയുന്ന 2 ശക്തികളുടെ ബന്ധമായി അത് വളർന്നു. 2015-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുമ്പോൾ അത് 34 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനമായി. പിന്നെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 8 തവണയാണ് മോദി UAEയിലെത്തിയത്. ഓർക്കണം, 8 തവണ. ഓരോ സന്ദർശനത്തിലും പുതിയ പുതിയ കരാറുകൾ. ഓരോ കരാറുകളും രചിച്ചത് ആഴത്തിലുള്ള ബന്ധങ്ങൾ. മറ്റൊരു രാജ്യത്തെയും ഈ കാലയളവിൽ നമ്മൾ ഇത്രമേൽ ചേർത്ത് പിടിച്ചിട്ടില്ല. 2022-ൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അഥവാ CEPA കരാർ വരുന്നു. ഇന്ത്യയും UAEയും ഒപ്പിട്ട സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറായിരുന്നു അത്. ഈ കരാറോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര തീരുവകൾ വലിയ തോതിൽ കുറച്ചു. 2013-14 കാലയളവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നത് $59.5 ബില്യൺ വ്യാപാരമാണെങ്കിൽ ഇന്ന് $100 ബില്യൺ മാറി. കേവലം 10 വർഷം കൊണ്ട് ഇരട്ടിയോളം വർധന. ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ UAE ഇന്ന് 4-ാം സ്ഥാനത്താണ്. അതുപോലെ എണ്ണ ഇറക്കുമതിക്കായി ഡോളറിന് പകരം ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് ഇടപാട് നടത്താൻ തീരുമാനിച്ചത്
ലോക സാമ്പത്തിക രംഗത്ത് തന്നെ വിപ്ലവമായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റിന്യൂവബിൾ എനർജി എന്നീ മേഖലകളിൽ ഇന്ത്യയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ്. പശ്ചിമേഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നതിനുള്ള പ്രധാന ഇടനാഴിയായി മാറുകയാണ്. സൗഹൃദത്തിനും അപ്പുറം പരസ്പര വിശ്വാസത്തിലും താൽപ്പര്യങ്ങളിലും അധിഷ്ഠിതമായ ഒരു ബന്ധമായി ഈ കാലയളവിൽ നമ്മൾ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും യുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അറിഞ്ഞുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോകുന്നത്. നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഇക്കഴിഞ്ഞ ജനുവരി 19-ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഒരു 3 മണിക്കൂർ വിസിറ്റിനായി ഡൽഹിയിലേക്ക് അപ്രതീക്ഷിതമായി പറന്നിറങ്ങി പ്രധാനമന്ത്രിയെ കണ്ട് തിരിച്ചുപോയത് ഓർക്കുന്നില്ലേ? 10 വർഷത്തിനിടെ അൽ നഹ്യാൻ ഡൽഹിയിൽ വന്നു പോയത് 5 തവണയാണ്. ഒരു കാര്യം സുവ്യക്തമാണ്, ഈ 2 ഏഷ്യൻ കരുത്തുകൾ ലോക സാമ്പത്തിക ക്രമത്തെ മാറ്റിയെഴുതുകയാണ്. ഒരു സാധാരണ വ്യാപാര ബന്ധത്തിൽ നിന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു തന്ത്രപരമായ കൂട്ടുകെട്ടിലേക്ക് ഇന്ത്യ ബന്ധം വളർന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ന് വെറുമൊരു എണ്ണ വാങ്ങുന്ന രാജ്യമല്ല, മറിച്ച് അവരുടെ സാമ്പത്തിക സുരക്ഷയുടെയും വളർച്ചയുടെയും ഏറ്റവും സ്ട്രാറ്റജിക്കായ പങ്കാളിയാണ്. അതിന് കാരണവുമുണ്ട്. സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യസുരക്ഷ വളരെ പ്രധാനമാണ്. നമ്മുടെ ഫുഡ് പാർക്കുകളിലും കൃഷി മേഖലയിലും $7 ബില്യൺ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ഇതുവഴി ഇന്ത്യയെ തങ്ങളുടെ ഫുഡ് ബൗളാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഫുഡ് പാർക്കുകൾ ഇതിനുദാഹരണമാണ്. ഇന്ത്യയുടെ ഭൂഗർഭ എണ്ണ ശേഖരങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിലൂടെ ദക്ഷിണേഷ്യൻ വിപണിയിലേക്കുള്ള എണ്ണ വിതരണം നിയന്ത്രിക്കാനുള്ള അവസരം കണ്ടെത്തി. മംഗലാപുരത്തെ ഭൂമിക്കടിയിലെ എണ്ണ ശേഖരം ഇതിൽ പ്രധാനമാണ്. ഇന്ത്യയുടെ ഭൂഗർഭ എണ്ണ ശേഖരത്തിൻ്റെ പകുതിയോളം നിറയ്ക്കുന്നത് എണ്ണ കമ്പനിയായ അഡ്നോക്കാണ്. സ്വന്തം മണ്ണിലല്ലാതെ മറ്റൊരു രാജ്യത്ത് തങ്ങളുടെ എണ്ണ സൂക്ഷിക്കാൻ തയ്യാറാകുന്നത് ഇന്ത്യയിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ്. ഇത് മറ്റൊരു രാജ്യത്തിനും ഇതുവരെ നൽകിയിട്ടില്ലാത്ത പ്രത്യേക പരിഗണനയാണെന്ന് ഓർക്കണം. ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനങ്ങളായ മുബദല, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നിവ ഇന്ത്യൻ ഡിജിറ്റൽ സെക്ടറുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിക്കഴിഞ്ഞു. ഇന്ത്യയുടെ അതിവേഗ വികസനത്തിൽ പങ്കാളിയാകാൻ ഹൈവേകൾ, തുറമുഖങ്ങൾ, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്നു. ഇന്ത്യയിൽ പ്രതിരോധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും അത് മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുമുള്ള സാധ്യതകൾ ഇന്ന് പ്രയോജനപ്പെടുത്തുന്നു. നമ്മുടെ ISROയും യുടെ സ്പേസ് ഏജൻസിയും ചേർന്ന് സംയുക്ത സാറ്റലൈറ്റ് മിഷനുകൾക്കായി വലിയ കരാറുകളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ആദ്യ ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് എന്നോർക്കണം. ചുരുക്കത്തിൽ, ലോകത്തെ എണ്ണയുടെ വില നിശ്ചയിക്കാൻ ഒപെക് ശ്രമിക്കുമ്പോൾ ഇന്ത്യയും യും ചേർന്ന് ഭാവിയിലെ ലോകത്തിൻ്റെ വില നിശ്ചയിക്കുകയാണ്. ഇത് വെറും സൗഹൃദമല്ല, ഇത് ലോകക്രമത്തെ മാറ്റിമറിക്കുന്ന മഹാസഖ്യമാണ്. ഒപെക് നിശ്ചയിച്ച ക്വാട്ടയനുസരിച്ച് യുടെ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 35 ലക്ഷം ബാരലായി പരിമിതപ്പെടുത്തിയിരുന്നു. പക്ഷേ ക്ക് പ്രതിദിനം 50 ലക്ഷം ബാരൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യാനാകും. കൂട്ടായ്മയിൽ കല്ല് കടിക്കേണ്ട എന്ന് കരുതി 15 ലക്ഷം ബാരലിൻ്റെ നഷ്ടം ഓരോ ദിവസവും സഹിക്കുന്നു. എന്നാൽ ഇറാൻ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങളിലും യുദ്ധത്തിൽ ആവശ്യമില്ലാതെ വലിച്ചിഴക്കപ്പെട്ടതിലും അവർക്ക് കടുത്ത എതിർപ്പുണ്ട്. അതുകൂടിയാണ് പുറത്തുപോകുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ എണ്ണ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സിസ്റ്റം ബ്രേക്കാണെന്ന് തന്നെ പറയാം. ഈ വർഷത്തിൻ്റെ തുടക്കത്തിലെ പറഞ്ഞു, വി വോണ്ട് എനർജി ഫ്രീഡം. കാരണം ഇപ്പോൾ സ്വതന്ത്ര എനർജി സൂപ്പർ പവർ ആകാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ യുടേത് ഒരു എക്സിറ്റ് അല്ല, ഒരു റീപൊസിഷനിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ എക്സിറ്റ് ചെയ്യുമ്പോൾ ഒപെക് കുത്തകയാക്കി വെച്ച ഓയിൽ മാർക്കറ്റ് ഫ്രീ മാർക്കറ്റായി മാറും. എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇനി കേവലം പാർട്ട്ണറല്ല, ഇറ്റ്സ് എ ലൈഫ് ലൈൻ. ചില വലിയ ഗുണങ്ങൾ പറയാം. 1, ഒപെക്കിൻ്റെ നിയന്ത്രണമോ തിട്ടൂരമോ ഇല്ല. അവർക്ക് കഴിയുന്നത്ര എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യ കുറഞ്ഞ വിലയിൽ വാങ്ങുന്നു. കാരണം യുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പ്രതിദിനം 50 ലക്ഷം ബാരലാണ്. ഇന്ത്യയുടെ ആവശ്യം എത്രയാണെന്നറിയാമോ? പ്രതിദിനം 50 ലക്ഷം ബാരൽ തന്നെ. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ എണ്ണയും വേണമെങ്കിൽ ഇന്ത്യക്ക് തന്നെ വാങ്ങാം. വാങ്ങുന്നത് ഡോളറിലല്ല, റുപ്പിയിൽ, ഇന്ത്യൻ റുപ്പിയിൽ. കാലങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം ഡോളറിൽ എണ്ണ വാങ്ങുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഡോളറിനെ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വന്നത്. ഇനി റുപ്പിയുടെ പ്രഷർ കുറയും.
രണ്ടാമത്തെ ഗുണം, ഇനി ഇന്ത്യ UAE ഓയിൽ കോറിഡോർ തുറക്കും. മൂന്നാമത്തേത്, ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് റിഫൈനറിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറി. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ആഭ്യന്തരമായി ഉപയോഗിക്കുക മാത്രമല്ല, ജാംനഗറിലെത്തിച്ച് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളാക്കി വിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓയിൽ ബയർ മാത്രമല്ല, എനർജി നെഗോഷിയേറ്ററായി ഇന്ത്യക്ക് ഇനി മാറാനാകും. UAEയുടെ വിദേശ നയതന്ത്രം പരിശോധിച്ചാൽ ഇന്ന് ലോകത്ത് മറ്റൊരു രാജ്യത്തോടും ഇത്രത്തോളം ആഴമേറിയതും മൾട്ടി ഡയമെൻഷണലുമായ ഒരു ബന്ധം UAEക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാം. പല രാജ്യങ്ങളുമായും UAEക്ക് സാമ്പത്തിക ബന്ധങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിന് വിശ്വസ്തതയുടെയും തന്ത്രപരമായ ആവശ്യകതയുടെയും ഒരു പ്രത്യേക തലമുണ്ട്. ചൈന UAEയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ്. എന്നാൽ ഇത് വെറും കച്ചവടത്തിൽ മാത്രമാണ്. ഇന്ത്യയുമായി UAEക്ക് സാംസ്കാരികവും മാനുഷികവുമായ വലിയൊരു റിലേഷനുണ്ട്. UAEയുടെ വിദേശ നയത്തിൽ ഭാരതം നമ്പർ 1 ആകാൻ ചില എക്സ്ക്ലൂസീവ് കാരണങ്ങളുണ്ട്. ഇന്ത്യ, ഇസ്രയേൽ, UAE, അമേരിക്ക എന്നിവർ ചേർന്ന ദ വെസ്റ്റ് ഏഷ്യൻ ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയും UAEയുമാണ് ഏറ്റവും സജീവമായ പങ്കാളികൾ. സാങ്കേതികവിദ്യയും എണ്ണയും കൃഷിയും ഒരേപോലെ കൈമാറാൻ ഈ സഖ്യം വഴി സാധിക്കുന്നു. G20 ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഏറെ നിർണായകമാണ്. അമേരിക്കയോ ചൈനയോ പലപ്പോഴും അവരുടെ താൽപ്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം അഥവാ സ്ട്രാറ്റജിക് ഓട്ടോണമി UAEക്ക് വലിയ സുരക്ഷിത ബോധം നൽകുന്നു. ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ ആരുടെയും പക്ഷം പിടിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് UAE വലിയ പാഠമായി കാണുന്നു. ചുരുക്കത്തിൽ UAEക്ക് ഇന്ന് പല സുഹൃത്തുക്കൾ ഉണ്ടാകാം, പക്ഷേ ഇന്ത്യയെപ്പോലെ ഒരു സഹോദര രാജ്യം വേറെ ഉണ്ടാകില്ല. UAEയുടെ ഒപെക് വിടവാങ്ങൽ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ പ്രധാനമന്ത്രി മോദി അടുത്തയാഴ്ച അവിടം സന്ദർശിക്കുന്നത് ഈ ബന്ധത്തിന്റെ ആഴം ലോകത്തിന് കാട്ടിക്കൊടുക്കാനാണ്. അതുകൊണ്ടാണ് UAE അവരുടെ ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അജിത് ഡോവലിന്റെ സാന്നിധ്യം അവിടെ കണ്ടത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുമ്പോൾ കേവലം എണ്ണയ്ക്കുമപ്പുറം വിപ്ലവകരമായ മാറ്റങ്ങൾ അത് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചില കാരണങ്ങളാലാണ്. ഇന്ത്യക്ക് ലോകത്തിന്റെ മാനുഫാക്ചറിംഗ് ഹബ്ബാകണമെങ്കിൽ ശക്തമായ തുറമുഖങ്ങൾ ആവശ്യമാണ്. DP വേൾഡ് ഇതിനോടകം തന്നെ ഇന്ത്യയിൽ സജീവമാണെങ്കിലും വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ഉൾനാടൻ ജലപാതകളിലും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളിലും ഇവർ വമ്പൻ നിക്ഷേപം നടത്തും. ഇത് ഇന്ത്യയിലെ കയറ്റുമതി ചെലവ് 14% നിന്ന് 8% കുറയ്ക്കാൻ സഹായിക്കും. എണ്ണയ്ക്ക് ശേഷമുള്ള ലോകം ലക്ഷ്യമിട്ട് UAE നിക്ഷേപിക്കുന്ന പ്രധാന മേഖലയാണ് റിന്യൂവബിൾ എനർജി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ എനർജി കമ്പനികളിലൊന്നാണ് അബുദാബി ഫ്യൂച്ചർ എനർജി കമ്പനിയായ മസ്ഡാർ. അവർ ഇന്ത്യയിലെ സോളാർ വിൻഡ് പവർ പ്രൊജക്റ്റുകളിൽ നിക്ഷേപിക്കും. ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പ്രധാന പങ്കാളിയായി ഇവർ മാറാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് റീറ്റെയിൽ മേഖലയാണ്. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മധ്യവർഗത്തിലേക്ക് എത്താൻ ലുലു ഉൾപ്പെടെയുള്ള റീറ്റെയിൽ ഭീമന്മാർക്ക് കൂടുതൽ നിക്ഷേപമെത്തും. മാത്രമല്ല, ലോക പ്രശസ്തമായ കാരിഫോർ ഷോപ്പിംഗ് മാളുകൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ കൊണ്ടുവരാൻ പദ്ധതിയുണ്ടാകാം. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളിലേക്കും ഇൻഫ്രാസ്ട്രക്ചറിലേക്കും പണമൊഴുക്കാൻ UAEയുടെ വമ്പൻ ഫണ്ടുകൾ എത്തും. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ ഫണ്ടുകളിലൊന്നായ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിലെ ഹൈവേകൾ, വിമാനത്താവളങ്ങൾ എന്നിവയുടെ സ്വകാര്യവൽക്കരണത്തിൽ പ്രധാന പങ്ക് വഹിക്കും. ഇന്ത്യയിലെ അതിവേഗ ചരക്ക് നീക്കത്തിനുള്ള സാങ്കേതിക സഹായത്തിന് എത്തിഹാദ് റെയിൽ എത്തിയേക്കാം. ദുബായ് മാതൃകയിലുള്ള സ്മാർട്ട് സിറ്റികളും ടൗൺഷിപ്പുകളും ഇന്ത്യയിൽ കൊണ്ടുവരാൻ MR പ്രോപ്പർട്ടീസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവസരം തുറക്കാം. ഹെൽത്ത് കെയർ, മെഡിക്കൽ ടൂറിസം മേഖലയിലും ഹോസ്പിറ്റൽ ശൃംഖലയിലും പ്യോർ ഹെൽത്ത് പോലെയുള്ളവയുടെ നിക്ഷേപ സാധ്യതയും തുറക്കാം. ചുരുക്കത്തിൽ, ഇതുവരെ നമ്മൾ കണ്ടത് ഇന്ത്യക്കാർ UAEയിൽ പോയി ആ രാജ്യം കെട്ടിപ്പടുക്കുന്നതിലെ വർക്ക് ഫോഴ്സായി മാറുന്നതാണെങ്കിൽ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് UAEയുടെ മൂലധനവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇന്ത്യ ലോകശക്തിയായി മാറുന്നതാണ്. ഇത് കേവലം നിക്ഷേപമല്ല, മറിച്ച് രണ്ട് സംസ്കാരങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ലയനമാണ്. ഇനി ടെയിലെൻഡ് കൂടി പറയട്ടെ. UAE ഒപെക് വിടുന്നതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതൊരു ഇൻ്റലിജൻറ്റ് ഡിസിഷനാണ്. ഭാവിയിലെ ഇന്ധനം എണ്ണയല്ല, മറിച്ച് ഗ്രീൻ ഹൈഡ്രജനാണ്. എണ്ണയ്ക്ക് ശേഷമുള്ള ലോകത്തെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. ബുദ്ധിയുള്ള രാഷ്ട്ര നേതാക്കന്മാർ ഇത് വേഗം തിരിച്ചറിയുന്നുവെന്ന് മാത്രം. UAEയുടെ തീരുമാനം ഒരു മുന്നറിയിപ്പാണ്. എണ്ണയെ വെച്ച് വിലപേശിയിരുന്ന ലോകത്തിൻ്റെ സാമ്പത്തികം നിയന്ത്രിച്ചിരുന്നവർക്കുള്ള മുന്നറിയിപ്പ്. അവിടെ എന്നെ അതിശയിപ്പിക്കുന്നത് എത്ര വേഗമാണ് ഇന്ത്യ ഈ സാഹചര്യത്തെ സ്ട്രാറ്റജിക്കായി ഉപയോഗപ്പെടുത്തുന്നത് എന്നതാണ്. റഷ്യയുമായി കഴിയുന്നത്ര എണ്ണ വാങ്ങിയ ഇന്ത്യ
തന്ത്രപരമായി റഷ്യൻ എണ്ണയിൽ ഒരു ഗ്യാപ്പ് എടുത്തു. എന്നിട്ട് അമേരിക്കയുമായുള്ള വ്യാപാരം പുനരുജ്ജീവിപ്പിച്ചു. ഇറാൻ യുദ്ധം എല്ലാവരും പ്രതിസന്ധിയായി കണ്ടപ്പോൾ അതിനിടയിൽ നിന്ന് അവസരത്തിൻ്റെ സാധ്യതയെ ഊതിക്കാച്ചി UAE എന്ന ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റിയെടുക്കുന്നു. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഏത് സമയവും നീണ്ടുചെല്ലുന്ന ഇന്ത്യൻ നയതന്ത്രജ്ഞത. ലോകത്തിൻ്റെ ഏത് കോണിലും നമുക്കായി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് എത്തിപ്പിടിക്കുന്ന കൗശലം. ലോകത്തെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനാകാത്ത ചടുലത. രാജ്യമെന്ന വികാരത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അതാണ് ഈ പുതിയ ഇന്ത്യ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channeliam.com.